ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പ്രീമിയർ ലീഗിൽ നടന്ന മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വേഴ്സസ് സൗത്താംപ്ടൺ മത്സരം 3-1 എന്ന ഗോൾ സ്കോറിൽ യുണൈറ്റഡ് വിജയം കരസ്ഥമാക്കിയിരിക്കുകയാണ്. യുണൈറ്റഡിന് വേണ്ടി അമ്മാദാണ് ഗോൾ സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു വിജയത്തോടു കൂടി 26 പോയിന്റുമായിട്ട് 12ാം സ്ഥാനത്ത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. യുണൈറ്റഡിൻ്റെ പെർഫോമൻസ് വൈസ് നോക്കുകയാണെങ്കിൽ വളരെ 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 വീക്ക് പെർഫോമൻസ് ആയിരുന്നു. കഴിഞ്ഞ ആർസണലുമായിട്ടുള്ള ആ ഒരു മത്സരത്തിലെ കിക്ക് എനിക്ക് ഇതുവരെ മാറിയിട്ടില്ല. യുണൈറ്റഡ് തന്നെയാണോ ആ ഒരു മത്സരം കളിച്ചത് എന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്ത റേഞ്ചിലായിരുന്നു ആ ഒരു പെർഫോമൻസ്. അതിൻ്റെ ഒരു പകുതി പോലും. വേറൊരു കാര്യം എടുത്തു പറയേണ്ടത്, സൗത്താംപ്ടൺ പോലെ ഒരു റിലഗേഷൻ അവസ്ഥയിൽ നിൽക്കുന്ന ടീമിനോട് കൂടിയാണ് ഇത്രയും ബലഹീനമായ ഒരു പെർഫോമൻസ് കാണാൻ വേണ്ടി സാധിക്കുന്നത്. എന്താ സംഭവിച്ചത് എനിക്ക് തന്നെ മനസ്സിലാവുന്നില്ല. അതും ഈ ഒരു സീസൺ ഉഗാട്ടയിൽ നിന്നൊക്കെ ഇത്രയും ഡൗൺ ആയിട്ടുള്ളൊരു പെർഫോമൻസ് ആദ്യമായിട്ടാണ് കാണുന്നത്. ഒരു എവറേജ് പെർഫോമൻസ് എനിക്ക് ഉഗാട്ടയുടെ ഭാഗത്തുനിന്ന് റീസെൻ്റ്ലി കളിച്ച എല്ലാ മാച്ചസിലും അത് ബാഡാന്ന് തോന്നിപ്പിക്കുന്ന ആ ഒരു പെർഫോമൻസ് ഇതുവരെ എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ ഈ ഒരു മാച്ചിൽ എന്ത് സംഭവിച്ചു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. സെക്കൻഡ് ഹാഫിലേക്ക് വന്ന സമയം, പക്ഷേ ഫസ്റ്റ് ഹാഫ് കണ്ടതിന് ശേഷം എനിക്ക് വലിയ രീതിയിലുള്ള ഓപ്പോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കളി കാണണോ വേണ്ടേ എന്നവരെ ചിന്തിക്കാവുന്ന അവസ്ഥയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. മൊത്തത്തിൽ അങ്ങനെ ആയിരുന്നു. ഗെയിം പ്ലേ കാണുന്ന ഒരു രീതിയിലും ഒരു ഇമ്പാക്റ്റും കൊണ്ടുവരാൻ സാധിച്ചില്ല യുണൈറ്റഡിനെ സംബന്ധിച്ചിടത്തോളം. സെക്കൻഡ് ഹാഫിലേക്ക് വരുന്നു, ഗോട്ട് ആൻ്റണി വീണ്ടും 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 തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും ടെൻഹാഗും ഒഴിവാക്കിയ ഒരു പ്ലെയറാണ്, നിശ്ചൽ റോയും ഒഴിവാക്കിയ ഒരു പ്ലെയറാണ്. അമോറിയും വന്നതിന് ശേഷമാണ് കുറച്ചെങ്കിലും ഒരു അവസരം കിട്ടുന്നത്. അതുപോലും നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഈ ഒരു മറ്റും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് തോക്കുകയാണെങ്കിൽ യുണൈറ്റഡ് ആൻ്റണീൻ്റെ കാര്യത്തിൽ കൺഫേം ആയിട്ട് തീരുമാനമാകുമായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത്രയും നല്ലൊരു അസിസ്റ്റ് കൊടുത്തിട്ട് അതും ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ ഗോളാവുന്ന ഓരോ സിറ്റുവേഷൻ, ആ ഒരു സിറ്റുവേഷനിൽ വരെ ഗോൾ സ്കോർ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ വളരെ അരോചകമായിട്ടാണ് എനിക്ക് പറയാനുള്ളത്. ആൻ്റണി ഇനിയും ഒരു വലിയ രീതിയിൽ പഴയ അയാക്സിലെ ആ ഒരു ഫോം കൊണ്ടുവരാൻ സാധിക്കുന്നില്ലെങ്കിലും കിട്ടിയ അവസരം ചെറിയ രീതിയിലൊക്കെ യൂസ് ചെയ്യാൻ നോക്കിയിട്ടില്ലെങ്കിൽ ആൻ്റണിയുടെ ഫ്യൂച്ചറിൻ്റെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നില്ല യുണൈറ്റഡിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. യുണൈറ്റഡിനെ സംബന്ധിച്ചിടത്തോളം, ആൻ്റണീനെ സംബന്ധിച്ചിടത്തോളം വിട്ടു പോകുന്നതായിരിക്കും നല്ലത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. സെക്കൻഡ് ഹാഫിൽ വന്നതിന് ശേഷം മമാദിൻ്റെ വകയായിരുന്നു ആദ്യം ഗോൾ സ്കോർ ചെയ്തത്. അതിനുശേഷം ബാക്ക് ടു ബാക്ക് പിന്നെ അവരെ ഡിഫൻസിൻ്റെ ഭാഗത്ത് നിന്നും ഒരു ഗോൾ വന്നതിന് ശേഷം പിന്നെ അവർ സ്ട്രഗിൾ ചെയ്യാൻ വേണ്ടി തുടങ്ങി. ആ ഒരു സിറ്റുവേഷനാണ് യുണൈറ്റഡ് യൂസ് ചെയ്തത്. നല്ല രീതിയിൽ തന്നെ യൂസ് ചെയ്തു. വേറൊരു കാര്യം എടുത്തു പറയാൻ വേണ്ടിയിട്ട്, മസ്രാവി അതുപോലെ ലിസാൻഡ്രോ ഡിലൈറ്റിൻ്റെ ഭാഗത്ത് നിന്നൊക്കെ അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് തന്നെയാണ് കാണാൻ വേണ്ടി സാധിച്ചത്. പക്ഷേ എന്താണെന്ന് മനസ്സിലായില്ല, യുണൈറ്റഡിൽ ഒരു വിശ്വാസം അർപ്പിക്കാൻ തോന്നാത്ത രീതിയിലുള്ള ഒരു ജേണിയാണ് യുണൈറ്റഡ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഒരു ബിഗ് മാച്ച് വരുന്ന സമയത്തും അത്രയും വലിയൊരു ഫൈറ്റിംഗ് സ്പിരിറ്റോടെ കളിക്കും ചെയ്യും. പക്ഷേ ഇതുപോലുള്ള ഒരു അവസ്ഥയിൽ നമ്മൾ വിൻ ചെയ്യും എന്ന് വിചാരിക്കുന്ന മത്സരം ഫെയിലാകും എന്ന് വിചാരിക്കുന്ന മത്സരം വിൻ ചെയ്യും. ആ ഒരു പ്രവണതയാണ് യുണൈറ്റഡിൻ്റെ ഭാഗത്ത് നിന്നും കാണാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഗൈസ്, യുണൈറ്റഡിൻ്റെ ഫാൻസിനോട് നിങ്ങളാരും ഒരു പ്രതീക്ഷയും കൊടുക്കാണ്ടിരിക്കുന്നതായിരിക്കും നിങ്ങൾക്കും നല്ലത്. കാരണം അങ്ങനെ അത്തരത്തിലൊരു പെർഫോമൻസാണ് യുണൈറ്റഡിൻ്റെ ഒരു ഭാഗത്ത് നിന്നും കാണാൻ വേണ്ടി സാധിക്കുന്നത്. ടോപ്പ് 4 കിട്ടിയ ഭാഗ്യം എന്നൊക്കെ പറയാനുള്ളൂ. ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. എന്താണ് എനിക്ക് തന്നെ ഒന്നും മനസ്സിലാവുന്നില്ല, എന്താണ് ഇവർക്ക് സംഭവിക്കുന്നത്. വിജയിക്കണം എന്നുള്ള ഒരു മെൻറ്റാലിറ്റി കളിച്ചതിനെ വിജയിക്കാൻ പറ്റും, അത് പ്രൂവ് ചെയ്യുകയും ചെയ്തു. പക്ഷേ ഇതുപോലുള്ള മാച്ച് വരുന്ന സമയത്ത് എൻറ്റയർലി അങ്ങനെ ഒരു യുണൈറ്റഡിനെ കാണാനേ സാധിക്കുന്നില്ല. അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ഇനി ഒരു പ്രഡിക്ഷനും ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്. ഈ ഒരു മത്സരത്തിലും റാഷ്ഫോർഡിനെ യൂസ് ചെയ്തിട്ടില്ല. റാഷ്ഫോർഡ് എന്തായാലും വിട്ടുപോകും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. പോകുന്നത് തന്നെയായിരിക്കും റാഷ്ഫോർഡിനെ സംബന്ധിച്ചിടത്തോളം നല്ലത് എന്ന് തന്നെയാണെന്ന് എനിക്ക് പറയാനുള്ളത്. എനിക്ക് തോന്നുന്നില്ല അമോറിം ഇനി അഗൈൻ ഒരു ചാൻസ് കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഇത്ര വലിയ തെറ്റ് ചെയ്തോ എന്ന് ഒരു തെറ്റൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ആൻ്റണി അല്ല, റാഷ്ഫോർഡിൻ്റെ ആറ്റിറ്റ്യൂഡ് കൊണ്ടാണോ അമോറിയം ഇത്രയും ഒരു
എയർ പിടിച്ച് നിൽക്കുന്നത് എന്നെനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു ചാൻസൊക്കെ കൊടുക്കാമായിരുന്നു. അത്ര വലിയൊരു തെറ്റാണ് റാഷ്ഫോർഡ് ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഗൈസ്, ഈ ഒരു മത്സരത്തെക്കുറിച്ച് എനിക്ക് ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. മത്സരം കണ്ടവർ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുക. നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം.